ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, മെയ് മാസം 23 വെള്ളിയാഴ്ച വചന വിചിന്തനത്തിനായി സഭാമാതാവ് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 12 മുതൽ 17 വരെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കുക എന്നത് ദൈവികമായ കൽപ്പനയാണ്. ഈ ഒരു കൽപ്പനയിൽ സ്നേഹം നിർബന്ധിതമാകുന്നുണ്ടോ? പോപ്പ് എമിരിറ്റസ് ബെനഡിക്ട് 16 പാപ്പ തൻ്റെ ചക്രിക ലേഖനമായ ദേവൂസ് കാരിത്താസ് എസ് ദൈവം സ്നേഹമാകുന്നു എന്ന ചക്രിക ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരമല്ല, അത് മനസ്സിൻ്റെ ഒരു തീരുമാനമാണ്. നമ്മളോട് ആരെങ്കിലും ഇഷ്ടപ്പെടുക എന്നും പ്രണയത്തിലാകുക എന്നും നമുക്ക് കൽപ്പിക്കാനാകില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ട് തീരുമാനമെടുക്കുവാൻ സാധിക്കും. എങ്ങനെയാണ് ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നത്? അതിൻ്റെ അടിസ്ഥാനം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന അനുഭവം നമുക്ക് ലഭിക്കുമ്പോഴാണ്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, അതല്ലാതെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. സ്നേഹത്തിൻ്റെ ഈ അനുഭവം, നമ്മളെല്ലാവരും തിരഞ്ഞെടുത്തവരാണ് എന്നുള്ള ഈ അനുഭവം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കൂദാശകൾ സ്വീകരിക്കുമ്പോഴാണ്. ദൈവം നമ്മെ നിലനിർത്തുന്നുവെന്ന സത്യത്തിൽ ചിന്തിക്കുമ്പോഴും എപ്പോഴും ഈ ഒരു ജീവൻ പുതുക്കപ്പെടുന്നു. ഈ അനുഭവം തന്നെയാണ് നമുക്ക് സ്നേഹത്തെ മനസ്സിലാക്കുവാനും അതിനെ പങ്കുവയ്ക്കുവാനും പ്രേരിതമാകുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. സുഹൃത്തുക്കൾ സ്നേഹം മാത്രമല്ല പങ്കുവയ്ക്കുന്നത്, അവരുടെ രഹസ്യങ്ങളും ആന്തരിക മനോഭാവങ്ങളും പങ്കുവയ്ക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു സ്നേഹ സൗഹൃദമാണ് ഉള്ളത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ സ്നേഹമായി മാറുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹവും ആവശ്യവുമായി മാറുന്നു. പ്രത്യേകം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യേശുവിൻ്റെ കൽപ്പനകൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാം സ്നേഹത്തെക്കുറിച്ചാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, എല്ലായിടത്തും പോയി സുവിശേഷം പ്രഘോഷിക്കുകയും എല്ലാവരെയും ശിഷ്യന്മാരാക്കുകയും ചെയ്യുവിൻ മുതലായവ. ഇത് സ്നേഹത്തിൻ്റെ അത്യാവശ്യവും അടിയന്തരവുമായ സ്വഭാവം വിളിച്ചോതുന്നു. നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്തിനാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്? മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും ശരീരവും രക്തവും വാങ്ങി ഭക്ഷിക്കുമ്പോഴും നമ്മളെല്ലാവരും അയക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ വേണ്ടി. ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനും അവർക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹം നൽകുവാനും നമുക്ക് കഴിവ് ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ സ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരുകയും ചെയ്യുന്നു. ആമേൻ.